റിഫയും മെഹനാസും വിവാഹിതരാകുന്ന സമയത്ത് റിഫക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു കൃത്യമായിട്ടുള്ള ഒരു നീതി റിഫ കേസിൽ കിട്ടുമോ. അയാൾ ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതിയാണ് മെഹനാസ്. കേരളത്തിൽ ദുബായിൽ നടന്ന ഒരു കേസിന് FIR ഇടുന്ന ആദ്യത്തെ കേസ് ചിലപ്പോൾ റിഫ കേസാണ്. ആ കേസിന്റെ FIRന് ശേഷമാണ് ഈ പറയുന്നത് പോലെ റിഫ ഇതിനു മുമ്പും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. റിഫയുടെ കാലിന് അന്ന് രാത്രി റിഫ ഹാപ്പി ആയിരുന്നു. മെഹനാസ് ഉള്ള റൂമിലേക്ക് അവൾ എത്തുന്നത് വരെ അവൾ ഹാപ്പിയാണ്. അപ്പോ അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ട രണ്ടാളുകളിൽ ഒരാൾ. ഇക്കാനെ മലയാളികൾ അറിയാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇക്കായെ ഖദർ കരിപ്പോടി ഇങ്ങനെ ഒരാളുണ്ട് എന്ന് അറിയാൻ തുടങ്ങിയത് റിഫ മെഹനു എന്നൊരു കേസിൽ വീഡിയോ ആയിട്ട് വന്നപ്പോഴായിരുന്നു. പിന്നീട് മലയാളികൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, കൂടുതൽ അപ്ഡേഷന് വേണ്ടിയിട്ട്, ഇക്കാടെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും റിഫയുടെ മകനോടൊപ്പം ഉള്ള വീഡിയോസ് അല്ല ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴും ഒക്കെ അവരോടൊപ്പം തന്നെ ഉണ്ട്. നീതി കിട്ടുന്നത് വരെയും അവരോടൊപ്പം തന്നെ ഉണ്ടാവുമോ? അല്ല, ഇന്ത്യയിൽ ഈ നീതി എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കോമഡിയാണ്. ആക്ച്വലി ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നീതി എന്ന് പറയുന്നത് തന്നെ ഒരു കോമഡിയാണ്. കാരണം നിയമം നീതിയെ മറികടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ച്വലി നിയമത്തിന് മുകളിലാണ് നീതി. ആ ഒരു സത്യം ഇവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റം മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ള ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നീതിയെ തടയുന്ന ഒരു കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, നിയമത്തിന് മുകളിലാണ് നീതി. സോ നീതിക്കാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നില്ല ഒരു കൃത്യമായിട്ടുള്ള ഒരു നീതി റിഫ കേസിൽ കിട്ടുമോ എന്നുള്ളത് പോലും എനിക്ക് സംശയമാണ്. അപ്പോ ഖാദിർക്ക പറഞ്ഞു വരുന്നത് റിഫയുടെ മരണത്തിന് കാരണക്കാരൻ മെഹനാസ് തന്നെയാണെന്നാണോ? ഞാൻ ഈ റിഫയുടെ മരണം എന്ന് പറയുമ്പോൾ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ക്ലിയർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത ഒരു കേസാണ്. അതായത് ഈ കേസിന് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങളത് അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ ദുബായിൽ നടന്ന ഒരു കേസിന് FIR ഇടുന്ന ആദ്യത്തെ കേസ് ചിലപ്പോൾ റിഫ കേസാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ കേസിൽ എത്രത്തോളം പണിയെടുത്തിട്ടുണ്ടാകും എന്നുള്ളത്. ആ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ പോലീസിന് ആ കേസ് അന്വേഷിക്കേണ്ട, ജില്ലാ മജിസ്ട്രേറ്റിന് ആ കേസിൽ ഇമ്പോർട്ടൻ്റ് ഇല്ല. മജിസ്ട്രേറ്റ് പോലും ആ കേസ് കൈവിട്ട കേസാണ്. പക്ഷെ ആ കേസ് നമ്മൾ ഇവിടെ വരെ എത്തിക്കുന്നത്, ആ കേസിൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതിന്റെ ഇടപെടൽ SP യെ കൃത്യമായി പിന്നീട് ബോധിപ്പിക്കാൻ പറ്റിയതിന് പിന്നാലെയാണ് പോലീസ് FIR ഇടുന്നത്. ആ കേസിന്റെ FIRന് ശേഷമാണ് ഈ പറയുന്നത് പോലെ റിഫ ഇതിനു മുമ്പും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്നും റിഫയുടെ കാലിന് ഒരു സ്റ്റിക്ക് കൊണ്ടുള്ള ഒരു ആക്രമണം റിഫ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ ആഫ്റ്റർ ഈ കേസിന് ശേഷമാണ് വരുന്നത്. റിഫയുടെ ആ കാലിന് പറ്റിയ പെരുക്ക് ഒരു വൈദ്യൻ പരിശോധിച്ചിട്ടുണ്ടെന്നും ആ വൈദ്യന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് ഈ കേസിന്റെ ഗതിയൊക്കെ മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പൊ എത്രത്തോളം അങ്ങനെ ഒരു കേസിന് പിന്നാലെ പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കേസിന്റെ ദുരൂഹത? ആ കേസിന്റെ ദുരൂഹതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, അന്ന് രാത്രി റിഫ ഹാപ്പി ആയിരുന്നു. അന്ന് രാത്രി റിഫ അവരുടെ സ്ഥാപനത്തിലുള്ള ആളുകളോടൊപ്പം സന്തോഷിച്ച് ഭക്ഷണം കഴിച്ചിറങ്ങി വന്ന ഒരാളാണ്. അവൾ ആ ഭക്ഷണം കഴിച്ചിറങ്ങി വന്നതിന് ശേഷവും ഈ പറയുന്ന മെഹനാസിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, മെഹനാസിന് മെസ്സേജ് അയക്കുന്നുണ്ട്. സ്റ്റിൽ മെഹനാസ് ഉള്ള റൂമിലേക്ക് അവൾ എത്തുന്നത് വരെ അവൾ ഹാപ്പിയാണ്. അപ്പൊ ആ റൂമിൽ എത്തിയതിനു ശേഷം അവൾക്ക് എന്തോ സംഭവിക്കുന്നു. എന്താണ് അവൾക്ക് സംഭവിക്കുന്നത്? അവിടെയാണ് നമ്മുടെ ചോദ്യങ്ങളൊക്കെ കിടക്കുന്നത്. ആ റൂമിൽ എന്ത് സംഭവിച്ചു? ആ റൂമിൽ രണ്ട് ആൾക്കാരാണുള്ളത്. ഒന്ന് ജംഷാദ്, ഒന്ന് മെഹനാസ്, പിന്നെ ഈ പറയുന്ന റിഫ. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ട രണ്ടാളുകളിൽ ഒരാൾ ജംഷാദാണ്. അയാൾ നിർണായകമായിട്ടുള്ള ഒരു മൊഴി താമരശ്ശേരി DYSP അഷ്റഫിന്റെ സാന്നിധ്യത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ആ മൊഴി നിർണായകമാണ്. ആ മൊഴി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുള്ള കാര്യം എന്ന് പറയുന്നത്, റിഫ അന്ന് റിഫയും മെഹനാസും പ്രശ്നമായിരുന്നു എന്നുള്ളതാണ്. അത്രയും നിർണായകമായിട്ടുള്ള ഒരു മൊഴി അവിടെ നിൽക്കുമ്പോൾ ആ മൊഴിയെ ഭേദിച്ചു കൊണ്ടുവരുന്ന തെളിവുകൾക്ക് അത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ടാക്കണം. അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു എവിഡൻസും മെഹനാസിനോ ടീമിനെ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെ ഒരു മൊഴി കിട്ടിയിട്ടും, അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടും പിന്നെന്താ ഒരു കേസിന് എൻഡില്ലാതെ വരുന്നത്? ഇതില് മെഹനാസ് കാലങ്ങളായി പറഞ്ഞുകൊണ്ടുള്ള നുണകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, മെഹനാസ് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് സഫയുടെ ഇൻസിഡന്റിലൂടെ
ആക്ച്വലി ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അടക്കം തോന്നിയിട്ടില്ല. എല്ലാം നുണയും പൊളിഞ്ഞു. പക്ഷെ ഇവിടെ ആക്ച്വലി ഇവരൊക്കെ ശ്രമിച്ചത് എന്നെ മോശമാക്കാനാണ്, എന്നെ എങ്ങനെയെങ്കിലും കരിവാരിത്തേക്കാന്നുള്ളതാണ്. അപ്പോ എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ മെഹനാസ് 2 കേസുണ്ട്. ഒന്ന്, റിഫയും മെഹനാസും വിവാഹിതരാകുന്ന സമയത്ത് റിഫക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതിലാണ് പോക്സോ കേസ്. ആ പോക്സോ കേസിൽ ജമാഅത്ത് കമ്മിറ്റി അടക്കം പ്രതിയാണ്, റിഫയുടെ ഉപ്പയടക്കം പ്രതിയാണ്, റിഫയുടെ ഉമ്മയടക്കം പ്രതിയാണ്, മെഹനാസ് അടക്കം പ്രതിയാണ്, മെഹനാസിന്റെ ഫാമിലി അടക്കം പ്രതിയാണ്. ആ കേസ് റിഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസല്ല. ഇനി റിഫയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കക്കൂർ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ FIR കോപ്പി തരാം, നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാം. കാക്കൂർ പോലീസ് ക്ലിയർ ആയിട്ട് ഒരു 306 ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ കേസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ FIR നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ആർക്ക് വേണമെങ്കിലും ഈ FIR നമ്പർ അടിച്ച് പരിശോധിക്കാം. അയാൾ ആത്മഹത്യാ പ്രേരണാ കേസിലെ പ്രതിയാണ് മെഹനാസ്. ആ കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബൈയിലാണ് ക്രൈം നടന്നിട്ടുള്ളത്. ദുബൈയിൽ മഹസർ എടുക്കാൻ പോകണം, ദുബൈയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പോലീസ് മെല്ലെ പോവുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും വലിയ ഒരു വീഴ്ച എന്ന് പറയുന്നത്, പോലീസ് ഈ പറയുന്ന 4 വർഷക്കാലമായിട്ടും ദുബായിൽ പോയി പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല. പക്ഷെ അതേ പോലീസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെഹനാസ് ആണ് റിഫയുടെ മരണത്തിന് കാരണം എന്നുള്ളതാണ്. പോലീസ് എവിടെയും മറ്റൊരാളെയും സംശയിച്ചിട്ടില്ല. താമരശ്ശേരി DYSP നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രമാദമായ കേസുകൾ അന്വേഷിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അഷ്റഫ്. അതിലൊരു ഡൗട്ട് എനിക്കില്ല. പക്ഷെ അയാൾ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ 4 വർഷക്കാലമായിട്ടും ദുബായിലേക്ക് പോവാത്തത്? എന്ത് സാങ്കേതിക പ്രശ്നമാണ് ആ കേസിലുള്ളത്?